പ്രായത്തിലുള്ളവന്മാർ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുക കാറിനുള്ളിൽ എന്താ. എടാ, കാറിനുള്ളിൽ എന്താണെന്നുള്ളതല്ല, കാർ എന്താണെന്നുള്ളതാണ് ഇവന്മാരറിയാൻ പാടില്ലാത്തത്. എടാ, ഞാൻ കഷ്ടപ്പെട്ട് പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ട് ഒരുക്കി ഉണ്ടാക്കിയതാ ആ കാറ്. മൈ ഗോൾഡൻ കാർ. മൊത്തം സ്വർണം, എൻജിൻ മുതൽ വീൽ ബേസ് വരെ സ്വർണം. അപ്പൊ ഇതാണെന്ന് നിനക്കറിയില്ലായിരുന്നു. നീ പിന്നെ എന്താ കടത്തിക്കൊണ്ട് വന്നത്? നീ എവിടത്തെ കള്ളക്കടത്ത് തരാണ്? പാട്ടി ഇത് നീയല്ല, വേറൊരു പട്ടിയുടെ കാര്യം ഓർത്തതാ. എന്നെ കൊണ്ട് ഇത് ഇങ്ങോട്ട് വരുത്തിച്ച പട്ടി. അയാളുടെ മോൻ്റെ സെന്റിമെന്റ്സ് മാങ്ങാ തൊലി. കർത്താവ്, ഈ മുതലാണോ ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് ആ ചെട്ടിയാർക്ക് വെക്കാൻ പോയേ? എന്തായാലും നീ ഇതിനകത്ത് പെട്രോൾ അടിക്കാൻ നന്നായി. എടാ പ്രണവനെ, നമുക്ക് എന്തായാലും പെണ്ണിനെ കിട്ടാൻ പോകുന്നില്ല. ഈ പെണ്ണിനെ വിടണോ? എങ്ങനെ? ലൈഫിലൊന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പെണ്ണിൻ്റെ പുറകെ പ്രണയമൊക്കെ കളിച്ച് നടന്നത്. വീട്ടിൽ കൊടുക്കത്തെ കടവുണ്ടേ. ഇതാവുമ്പോൾ നിനക്ക് വേറെ ആൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരില്ല. എന്താ പറയുക? ഓക്കെ, ഡീൽ. 4 വീലും സ്റ്റെപ്പിനും നിനക്ക്, എനിക്ക് ബാക്കിയുള്ള മതി. തുടങ്ങി ചേറ്റ വർത്താനം. ഹലോ, 100 റിസ്ക് എടുത്ത് ഇതിങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നേ ഞാനാ. വണ്ടി സൂക്ഷിച്ചതും ഇപ്പൊ ഈ ഐഡിയ പറഞ്ഞു തന്നതും ഞാനാ. അതുകൊണ്ട് 50-50 എന്ന് പറയുന്നില്ല, കിട്ടണന്റെ അത്യാവശ്യം പിന്നെ പറയാം. നീ പൊക്കോളാൻ. എടാ നീ പോടാ, പിന്നെ പറയാടാ. എന്ത് തിരിഞ്ഞു നോക്കണ പോടാ. നല്ല പയ്യനാ, അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എടുത്ത് വിറ്റുകളായി. ജോസേട്ടൻ, ഞാൻ പറഞ്ഞു പോയി ജോസേട്ടൻ്റെ അടുത്ത് വണ്ടി ഇവിടെ ഉണ്ടെന്ന്. ബെസ്റ്റ്. ഞാൻ പറയുമ്പോൾ വണ്ടിക്കകത്ത് കയറിക്കോളാം കേട്ടോ. ആ വണ്ടിയില്ല, ആ വണ്ടിയിൽ ഈ വണ്ടി കയറാ. കേറാൻ വേഗം. എന്റെ വണ്ടി. വാമോനെ ദിനേശ, കിട്ടിയല്ലടാ. ഹായ്. ഹായ്ഡാ. ഹായ്. മുതലാളി ഹായ് പറഞ്ഞല്ലോ, ഹായ് പറഞ്ഞതാ. പിന്നാലെ വിട കേരള. ഇതൊക്കെ ആരാടാ ഇത്? ജോസ്. ഈ സമയത്താണ് തെണ്ടി ജ്യൂസ് ചോദിക്കണം. ജ്യൂസ് അല്ല, ജോസാ. ഇയാൾ പറഞ്ഞതാ ഞാൻ വണ്ടി കടത്തിയത്. എനിക്ക് കൊടുക്കരുത്, വിട്ടുപോ. സ്വർണ്ണ വണ്ടിയിൽ ഇടിക്കരുത്, സൂക്ഷിച്ച് ചെയ്സേ. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്കാണ് എടുക്കണം. നിന്നെ ആരാ ഡ്രൈവിംഗ് ഓടിപ്പിച്ച? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്ക്. മുതലാളി ഒരു മണ്ടനാന്ന് അവന്റെയൊക്കെ വിചാരം. ചവപ്പെട്ടി എന്തായിക്കടാ. നീ ഏതെങ്കിലും സൈഡിൽ കൂടി ഒന്ന് ഓവർടേക്ക്. അതൊക്കെ സ്പീഡിൽ വിട്. അല്ല, സൂക്ഷിച്ച് വേഗം വിടാൻ. അതെ, വീണ്ടും ഇൻഡിക്കേറ്റർ. അതെ മുതലാളി, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട്. അതെ, ലെഫ്റ്റിലോട്ട്. പണ്ട് പുലിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാൻ നോക്കുക അവന്മാര്. വണ്ടി മറിയും. നോക്കി ഓടിക്കടാ. അവന്മാരെ പിടിക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവന്മാരെന്നെ പോക്കാം മുതലാളി, ആടിപ്പൊളി. എടാ കഴുതേ, അതാ എഞ്ചിന്റെ വെളുക്ക. എന്നെ പോലീസ് പിടിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വെച്ചതാ. അതിപ്പോ എനിക്ക് തന്നെ പാലേ. എടാ നിർത്തണ വണ്ടി. മര്യാദക്ക് നിർത്താനാ പറഞ്ഞത്. നിർത്താൻ പറഞ്ഞു, നിർത്തി. നിന്നോടല്ലടാ, അവരോട് വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി എടുക്കടാ. നിർത്തണോ?
മുതലാളി അവന്മാരെ കാണാനില്ലല്ലോ, അങ്ങോട്ട് പോയി. എങ്ങോട്ടാടാ അവര് ലാസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്? റൈറ്റിലോട്ട് അല്ല, റൈറ്റിലോട്ടാ. എന്നാ ലെഫ്റ്റിലേക്ക് വേണ്ടി. സർ, ഞങ്ങൾ അടിവാരം ഭാഗത്തൂടെയാണ് പോകുന്നത്. സർ, അവർ ടൗണിലേക്ക് കിടക്കാനാണ് സാധ്യത. ഓക്കെ സർ. ഈ ഫെറി കടന്നാലേ അരൂക്കുറ്റി ബിജു ഉണ്ട്. ഈ സാധനം ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ച് ഉരുക്കി തരുവാണ്. ഇനി നീ എങ്ങോട്ടാടാ ഓടാൻ പോകുന്നത്? വെള്ളത്തിലേക്ക് ഓടിക്കും കാണട്ടെ. ഹലോ ജോസേട്ടാ. തെക്കോട്ടോട് എന്ന് പറഞ്ഞ വലിയ ബഹളമായിരുന്നല്ലോ. എടുത്തിരുന്നാ കാണായിരുന്നു. ഇങ്ങനെ ഓടിച്ച് തെക്കോട്ടെടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹലോ മിസ്റ്റർ, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു 6th സെൻസ് ഉണ്ട്. കണ്ണടച്ച് വണ്ടി ഓടിച്ചാലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്യും. Report all office immediately. സ്വർണ്ണ വണ്ടി സേഫായിട്ട് കൊണ്ട് കയറ്റാൻ പറ്റിയ സ്ഥലം കസ്റ്റംസുകാരുടെ കപ്പൽ. ഈ വർഷത്തെ ബെസ്റ്റ് കള്ളക്കടത്തുകാരൻ്റെ അവാർഡ് നിനക്ക് തന്നെ. സാർ, എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. അവർക്ക് മനസ്സിലായി നമ്മൾ പെട്ടു. ഭർത്താവേ, നീ പെട്ടു. ഇത് നിന്റെ വണ്ടിയാണല്ലോ. ഞാൻ ലിഫ്റ്റ് ചോദിച്ചു കയറണം. എനിക്കൊന്നും അറിയത്തില്ല. അവരങ്ങോട്ട് വിശ്വസിക്കും. ഇനി ചോദിച്ചത് കൂടെ പട്ടി. ആരാ നിങ്ങള്? സാർ, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയത്തില്ല. ഇത് ഇവന്റെ വണ്ടി അല്ല സാർ, ഇവന്റെ വണ്ടിയല്ല. നിന്റെ വണ്ടിയാണോ? അല്ല, അവൻ്റെ അല്ല, ഞങ്ങളുടെ. നിങ്ങൾ രണ്ടുപേരുടെയും വണ്ടിയാണോ? അല്ല, ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ്. അതെ 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 സാർ. ഒരാൾ കൊണ്ട് തന്നിട്ട് അയാളുടെ മോന്റെ ഓർമ്മയ്ക്കുള്ള വണ്ടിയാ പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്ര അറിയുള്ളൂ സാർ. ഈ ബമ്പറിലെ സ്ക്രാച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പം ആ സംശയം ഞങ്ങൾക്ക് തോന്നിയെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സാർ. ഞങ്ങളെ കൊന്നുകളയുന്നവരെ പറഞ്ഞു സാർ. പക്ഷേ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ മുന്നിൽ തലകുടിക്കില്ല എന്ന് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചുറപ്പിച്ചു സാർ. അതെ, അങ്ങനെ കുടിക്കാതെ അയാളെ കണ്ണൊട്ടിച്ച് മുങ്ങിയതാണ് സാർ. മുങ്ങിയെന്നോ? മുങ്ങിയെന്ന് വെച്ചാൽ ഇതുമായിട്ട് ഇങ്ങോട്ട് മുങ്ങിയെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാ ഈ വിവരം പോലീസിൽ അറിയിക്കാൻ? അത് കറക്റ്റായിട്ട് ഇവൻ പറയും സാർ. പോലീസിനെ നമുക്ക് അറിയിക്കാൻ പറ്റില്ല. അവർ ഈ കള്ളക്കടത്ത് സാധനങ്ങൾ അടിച്ചു മാറ്റി നമ്മൾ പത്രത്തിൽ വെച്ചല്ലേ. കസ്റ്റംസ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെ വിശ്വസിക്കാണ്ട്. ചെറുപ്പത്തിൽ എനിക്കൊരു കസ്റ്റംസ് ഓഫീസർ ആവണമെന്നായിരുന്നു സാർ ആഗ്രഹം. അമ്മച്ചി പറഞ്ഞ് പണിയെടുത്ത് ജീവിച്ചാൽ മതി. ഗുഡ് ജോബ് മൈ ബോയ്സ്. കസ്റ്റംസ് നിയമപ്രകാരം പിടിച്ചെടുത്തിട്ടുള്ള മുതലൊരു പങ്ക് നിങ്ങൾക്ക് കിട്ടും. സാറിന് ഇഷ്ടം സാർ. ഞങ്ങൾ കസ്റ്റംസിൽ പോകും സാർ. പിടിക്കണമെന്നില്ല, ഞാൻ വരാം. നാട്ടുകാരെ പറ്റി ചിത്രകാരൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികളെ പറ്റിച്ചുണ്ടാക്കിയ പണം അത് കടത്താനുള്ള ശ്രമം, പ്രതിയെയും കൂട്ടുനിന്നവരെയും 4 വർഷം കഠിന തടവിന് ഈ കോടതി വിധിക്കുന്നു. കണ്ടെടുത്ത മുതൽ കണക്കുകൾ ബോധിപ്പിച്ച് പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകാൻ കസ്റ്റംസ്, പോലീസ്, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരെ ഈ കോടതി ചുമതലപ്പെടുത്തുന്നു. നോക്കണ്ട, രണ്ടുപേർക്ക് ഒരേ എമൗണ്ടാ. നിനക്കൊരു പൂജ്യം കൂടുതലുണ്ടോ? അതാടാ, ഒരു പൂജ്യം കൂടുതലുണ്ട്. നിനക്ക് വേണം. നിന്റെ പൂജ്യം എനിക്ക് വേണ്ട. നീ എന്താ ഉമ്മോച്ചടിക്കണേ? അങ്ങോട്ട് നോക്കൂ. അബ്ദുള്ള ചേട്ടാ, ആ ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ ഇരുന്നു. അവിടെ നല്ല ഫുഡാ, ഒന്ന് ഗ്ലാമർ ആവണം. ഞാൻ മാക്സിമം നോക്കാൻ ചേട്ടാ. ചെക്ക് മാറ്റി. അതിന് ബാങ്കിൽ പോകണ്ടേ? ചെക്ക് മാറ്റി പിടിക്കാം. നിന്നെ ഉണ്ടല്ലോ ദൈവം ശിക്ഷിക്കടാ. മടങ്ങൂന്ന് നോക്കിയതാ. അത് മടങ്ങിക്കോളൂ. മടങ്ങിയാ മതിയായിരുന്നു. താങ്ക് യു ജോസിനെ പിടിക്കാൻ സഹായിച്ചതിന്. അപ്പൊ എനിക്കില്ലേ? താങ്ക് യു. താങ്ക് യു. അതെന്തിനാ? അല്ല സാർ താങ്ക് യു ഓ പറഞ്ഞു. താങ്ക് യു. ഓ താങ്ക് യു. ഇയാൾ ഒരു ദിവസം എത്ര താങ്ക് യു പറയൂടാ? ഈ ജോസിനെ പിടിച്ചതിന് നമുക്ക് എന്തിനാണോ താങ്ക്സ്? അതാണ് അതിന് കാരണം ഞാനാ. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നും എൻ്റെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങളിതൊക്കെ ചെയ്തതെന്നും ഞാൻ അവരോട് പറഞ്ഞു. അതല്ലാതെ ഈ കാർ ബിസിനസ്സായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് ഞാൻ ഉറപ്പുകൊടുത്തു.
അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ലൈഫിലെ വലിയൊരു ക്രൈസിസ് സോൾവ് ചെയ്ത് തന്നത് നിങ്ങളാണ്. പിന്നെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റർടൈൻ ചെയ്തതിനും എൻ്റെ വക ഒരു റിട്ടേൺ ഗിഫ്റ്റ്. നിങ്ങൾക്കൊരു പ്രശ്നവും സംഭവിച്ചിട്ടുമില്ല, കയ്യിൽ പൈസയും കിട്ടി. നൗ വി ആർ ഈവൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്കും ബാക്കിയില്ല. സോ ഗുഡ് ബൈ ഗൈസ്. ഒരു കെട്ടിപ്പിടിക്കൽ പോലും ഇല്ല. അല്ല, ജിയുടെ പി എ കാണാൻ പറ്റുമോ? ജിയയുടെ പി എ ജിയുടെ പി എ അല്ല, പി, റിയൽ പി. ഒന്നുണ്ടോ? ഒന്ന് പരിചയപ്പെടാം. അത് വേണ്ട. എന്നിട്ട് വേണം പുതിയ വല്ല കഥകളും ഉണ്ടാക്കി കൊണ്ടുവരാൻ. നിങ്ങൾ രണ്ടെണ്ണന്മാരെ എനിക്ക് നല്ലോണം അറിയാം. ഞങ്ങളെ വിട്ടേരെ ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ യഥാർത്ഥത്തിൽ വല്ല പേരോ അഡ്രസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണക്കുറി അയച്ചു തരാം. അപ്പൊ ശരി, കാണാം. ചതിക്കാത്തത് എപ്പോഴും പൈസ മാത്രമാണ്. നീ നോക്കൂ, ഏതെങ്കിലും ഒരു മണഗുണാഞ്ചനായിരിക്കും. കാണാൻ കൊള്ളാവുന്ന എല്ലാ പെൺപിള്ളേർക്കും അതുപോലത്തെ ഒരുത്തിനെ കിട്ടുള്ളൂ. ഹായ്. ആ ഒറിജിനൽ പിയുടെ ഒരു പാസ്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അവർ തമ്മിൽ എത്രയും പെട്ടെന്ന് അടിച്ചു പിരിയണേ എന്ന്. നീ എന്ത് വൃത്തിയായിട്ടവനാടാ? എന്താ, എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? പിന്നെ നിങ്ങളിൽ ആർക്കാണ് കാറിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നത്? എന്ത് പറ്റി സാർ? കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ ത്രേസ്യാമ്മ മാഡം വിളിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഇവരാ ബെസ്റ്റ്. നീ ചെന്നവരെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിട്ട് വാ. നീയല്ലേ വലിയ കള്ളക്കടത്തുകാരൻ. നീ തന്നെ അങ്ങോട്ട് പോയാൽ മതി. ഇവർക്ക് നീ മതി. എക്സ്ക്യൂസ് മീ. കമ്മലിട്ടവൾ പോയാൽ കടുക്കനിട്ടവൾ വരുമെന്ന് പറയുന്നത് എത്ര സത്യം. ഞാനിവിടെ ദത്തെടുക്കും. I'm Customs Vigilance and Prevention Officer. ത്രേസ്യാമ്മ പുനോസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താ വരാൻ ഇത്ര മടി? ആർക്കും മടി? ഞാനാണ് എല്ലാം ചെയ്തത്. ഐ മീൻ കാര്യങ്ങളെല്ലാം. ഇവൻ കുഞ്ഞാണ് മേഡം, ഞാനാണ് എല്ലാം ചെയ്തത്. ഞാൻ മാത്രം. നിങ്ങൾ ആരാന്ന് വെച്ചാ വരൂ. ഇവനിവിടെ നായ വളർക്കട്ടെ. ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല.